1925 ഏപ്രിൽ 14 കോട്ടയം ചങ്ങനാശ്ശേരിയിലെ കുന്നേൽ കുടുംബത്തിൽ ഏലിയാമ്മയുടെയും കെ ജോസഫിൻ്റെയും 8 മക്കളിൽ മൂത്തയാളായിട്ടായിരുന്നു ജോസ് പ്രകാശ് ജനിച്ചത്. ജോസ് പ്രകാശിൻ്റെ ഇളയ സഹോദരനായ പ്രേംപ്രകാശും ഒരു നടനായിരുന്നു. കോട്ടയത്തെ സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂളിൽ നിന്നായിരുന്നു അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സിനിമാ രംഗത്തേക്ക് കടക്കും മുമ്പ് ഇന്ത്യൻ സൈന്യത്തിലായിരുന്ന ജോസ് പ്രകാശ് വിഭജനകാലത്ത് മഹാത്മാഗാന്ധിജിയുടെ അംഗരക്ഷകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റ് അഭിനേതാക്കളെ പോലെയൊന്നും നാടക കലാകാരനോ സ്റ്റേജ് ആർട്ടിസ്റ്റോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം പിന്നീട് സൈന്യം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ചെറിയ ചെറിയ ബിസിനസ്സുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ സിനിമയിലും സംഗീതത്തിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കോട്ടയത്ത് തന്നെ ആർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു ചെറിയ ക്ലബ്ബ് തുടങ്ങി. അതിലെ പ്രധാന ഗായകനായിരുന്നു അദ്ദേഹം. അങ്ങനെ തിക്കൃശി സുകുമാരൻ നായർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യ സംവിധാനം ചെയ്ത ചിത്രമായ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിൽ ഗായകനായിട്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത്. തിക്കൃശിയായിരുന്നു ബേബി ജോസഫ് എന്ന അദ്ദേഹത്തെ ജോസ് പ്രകാശ് എന്ന് വിളിച്ചത്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തുടക്ക കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷണലായിരുന്നില്ല. അന്നത്തെ അഭിനേതാക്കൾ സ്വയം പാടണമായിരുന്നു. അങ്ങനെയിരിക്കെ പ്രേം നസീർ, സത്യൻ തുടങ്ങിയ നായകന്മാർക്ക് വേണ്ടി ഗായകനായിട്ടായിരുന്നു ജോസ് പ്രകാശ് തൻ്റെ കരിയർ ആരംഭിച്ചത്. ഒരു സംഗീത ക്ലാസ്സിലും പങ്കെടുക്കാത്ത അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഗായകനൊന്നും ആയിരുന്നില്ല. എന്നാൽ 60കളുടെ തുടക്കത്തിൽ മലയാള ചലച്ചിത്ര വ്യവസായം തന്നെ ഒരു പ്രൊഫഷണലായി മാറുകയും AM രാജ, KJ യേശുദാസ് തുടങ്ങിയ പ്രതിഭാധനരായ ഗായകർ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം സിനിമയിൽ തന്നെ ചെറിയ വേഷങ്ങളും അതിഥി വേഷങ്ങളും ഒക്കെ ചെയ്തു. എന്നാൽ 61 ഭക്തകുചേല എന്ന ചിത്രമായിരുന്നു നടനെന്ന നിലയിൽ അദ്ദേഹം ആദ്യം ചെയ്തത്. പിന്നീട് വില്ലൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട വേഷം 69 ഓളവും തീരവുമായിരുന്നു. അതിനുശേഷം പല സിനിമകളിലും അദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്തു. 71 P. വേണു സംവിധാനം ചെയ്ത ആദ്യത്തെ അന്വേഷണാത്മക തുടർച്ചയായ CID നസീർ, അതിൽ അദ്ദേഹം അഭിനയിച്ചു. P. വേണുവിനൊപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ പല സിനിമകളിലും പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചു. അന്നത്തെ കാലത്ത് KP ഉമ്മറും ജോസ് പ്രകാശും വില്ലൻ വേഷങ്ങളിൽ ആധിപത്യം കുറിച്ച സമയമായിരുന്നു. 350-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം 2003 ആരോഗ്യപരമായ കാരണങ്ങളാൽ ചലച്ചിത്ര രംഗത്ത് നിന്ന് വിരമിക്കേണ്ടി വന്നു. 93 അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും 2006 ബഹദൂർ അവാർഡും 2011 JC ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2011 ട്രാഫിക് എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ. 1930 ഒക്ടോബർ 11 കോഴിക്കോടുള്ള തെക്കേപ്പുറത്ത് എന്ന സ്ഥലത്ത് T. മുഹമ്മദ് കോയയുടെയും ബീവിയുടെയും മകനായിട്ടായിരുന്നു KP ഉമ്മർ ജനിച്ചത്. കാച്ചിനം തൊടുക പുതിയ പുരയിൽ ഉമ്മർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ. അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ നാടക നടനായിരുന്നു. KPAC പോലുള്ള പല പ്രധാന ട്രൂപ്പുകളിലും പ്രധാന ആർട്ടിസ്റ്റായിരുന്ന അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനും കൂടിയായിരുന്നു. 56 രാരിച്ചൻ എന്ന പൗരൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ വ്യവസായത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രേം നസീറിൻ്റെ മിക്ക സിനിമകളിലും ഒരു പ്രധാന വില്ലൻ ഉമ്മറായിരുന്നു. നായകനെ പോലെ തന്നെ സുന്ദരനായ അദ്ദേഹം ഒരു സുന്ദരനായ വില്ലൻ എന്ന ലേബലിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 60-70കളിൽ സുന്ദരനായ പ്രതിനായകനായും ഹാസ്യ സ്വഭാവമുള്ള ഒരു യുവാവായും നിഷ്കളങ്കനായ കുടുംബക്കാരനായുമൊക്കെ അദ്ദേഹം വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നു. ഭാര്യമാർ സൂക്ഷിക്കുക, മരം, തെറ്റ്, കണ്ണൂർ ഡിലക്സ്, CID നസീർ, അർഹത, ആലിബാബയും 41 കള്ളന്മാരും തുടങ്ങി അനേകം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഇംബിച്ച ബീമിയായിരുന്നു ഉമ്മറിൻ്റെ ഭാര്യ. അദ്ദേഹത്തിന് 3 മക്കളാണ്. അതിൽ റഷീദ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ്. 2001 ഒക്ടോബർ 29 തൻ്റെ 72-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വിജയ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. 1933 കൊയിലാണ്ടിക്കടുത്തുള്ള ചേമഞ്ചേരി ഗ്രാമത്തിൽ കുട്ടിരാമൻ നായരുടെയും ദേവകി അമ്മയുടെയും 4 മക്കളിൽ മൂത്തയാളായിട്ടായിരുന്നു
ബാലകൃഷ്ണൻ നായർ എന്ന ബാലങ്കേ നായർ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കൾ മരിച്ചതിനാൽ സഹോദരങ്ങളെ പരിപാലിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിന് 8ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. കോഴിക്കോട്ട് ഒരു മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം മെറ്റൽ വർക്ക്ഷോപ്പിൻ്റെ ഉടമ കൂടിയായിരുന്നു. തൻ്റെ 14ാം വയസ്സ് മുതൽ അദ്ദേഹം നാടക ട്രൂപ്പുകളിൽ അഭിനയിച്ചു തുടങ്ങി. 70-ൽ എ. വിൻസെൻ്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് പ്രവേശിച്ച അദ്ദേഹം ഏകദേശം 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 70-കളുടെ രണ്ടാം പകുതിയോടുകൂടി മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോലും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള വില്ലൻ കഥാപാത്രത്തിൻ്റെ മാസ്മരികത കണ്ട് അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. 74-ലെ അതിഥി എന്ന ചിത്രത്തിനും 78-ലെ തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ 81-ൽ പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന ചിത്രത്തിലെ സൈനിക ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശാരദയുമായുള്ള വിവാഹശേഷം പാലക്കാട്ടെ ഷൊർണൂരിലേക്കാണ് അദ്ദേഹം താമസം മാറിയത്. അദ്ദേഹത്തിൻ്റെ മകൻ മേഘനാഥനും നല്ലൊരു മികച്ച നടനാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കഥയെ ആസ്പദമാക്കി എം.ഡി. വാസുദേവൻ നായർ സംവിധാനം ചെയ്ത കടവ് എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അതിൽ അദ്ദേഹം ഒരു തുഴച്ചിൽക്കാരൻ്റെ വേഷമാണ് ചെയ്തത്. 2000 ഓഗസ്റ്റ് 26-ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ 67-ാം വയസ്സിൽ മൾട്ടിപ്പിൾ മൈലോമ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. എം.എൻ. നമ്പ്യാർ എന്ന മഞ്ചേരി നാരായണൻ നമ്പ്യാർ ഏകദേശം 8 പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ മികച്ച വില്ലൻ വേഷം ചെയ്ത നടനായിരുന്നു എം.എൻ. നമ്പ്യാർ. അദ്ദേഹം സിനിമയിൽ ഒരു മഹാക്രൂരനായ വില്ലനായിരുന്നുവെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഒരു ശുദ്ധ സസ്യാഹാരിയും ശബരിമല ശ്രീ അയ്യപ്പൻ്റെ കടുത്ത ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രവുമായി ദീർഘകാല ബന്ധമുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ 65-ലധികം തവണ ശ്രീകോവിൽ സന്ദർശിച്ചതിനാൽ അദ്ദേഹത്തെ എല്ലാവരും മഹാഗുരുസ്വാമി എന്നാണ് വിളിക്കുന്നത്. നമ്പ്യാർ കൂടുതലും തമിഴ് സിനിമയിലാണ് അഭിനയിച്ചിരുന്നത്. 1919 മാർച്ച് 7-ന് കണ്ണൂരിലെ മയിലിനടുത്തുള്ള കണ്ടക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. കേളു നമ്പ്യാരുടെയും മഞ്ചേരി കല്യാണി അമ്മയുടെയും മകനാണ് അദ്ദേഹം. കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛൻ മരിച്ച അദ്ദേഹം പിന്നീട് മൂത്ത സഹോദരിക്കും ഭാര്യ സഹോദരനുമൊപ്പം ഊട്ടിയിൽ താമസിച്ചാണ് പഠിച്ചത്. 13-ാം വയസ്സിൽ അഭിനയത്തിൽ താല്പര്യം കാണിക്കുകയും നവാബ് രാജമാണിക്യത്തിൻ്റെ ട്രൂപ്പിൽ ചേരുകയും ചെയ്തു. 1935-ൽ ഹിന്ദിയിലും തമിഴിലുമായി ചിത്രീകരിച്ച ഭക്തരാമദാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. 1000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം കൂടുതലും തമിഴ് സിനിമകളിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിൽ കൂടുതൽ ചിത്രങ്ങളിലും എം.ജി.ആറിൻ്റെ വില്ലനായിരുന്നു. 52-ൽ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് എം.എൻ. നമ്പ്യാരുടെ മലയാളത്തിലേക്കുള്ള രംഗപ്രവേശം. അതേ വർഷത്തെ ആത്മസഖി, കാഞ്ചന, 59-ലെ ആന വളർത്തിയ വാനമ്പാടി, ജീസസ്, തച്ചോളി അമ്പു, ശക്തി, തടവറ, ഷാർജ ടു ഷാർജ തുടങ്ങി ഒട്ടനവധി മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 2006-ലെ സ്വദേശി എന്ന തമിഴ് ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിന് 67-ൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരവും 90-ൽ എം.ജി.ആർ അവാർഡും സ്വന്തമാക്കി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെക്കാലം ചികിത്സയിലായിരുന്ന നമ്പ്യാർ 2008 നവംബർ 19-ന് ചെന്നൈയിലെ തൻ്റെ വസതിയിൽ വെച്ച് അന്തരിച്ചു. ടി.ജി. രവി എന്നറിയപ്പെടുന്ന ടി.ജി. രവീന്ദ്രനാഥൻ അക്കാലത്ത് ബാലങ്കേ നായരോടൊപ്പം അഭിനയിച്ച് ധാരാളം വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന ഒരു ശ്രദ്ധേയനായ നടനായിരുന്നു ടി.ജി. രവി. 1944 മെയ് 16-ന് തൃശ്ശൂരിലെ മൂർക്കിനക്കിര എന്ന ഗ്രാമത്തിൽ ടി.ആർ. ഗോവിന്ദൻ എഴുത്തച്ഛൻ്റെയും കല്യാണിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. 69-ൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം അക്കാലത്ത് യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. കൂടാതെ ഫുട്ബോൾ, ഹോക്കി എന്നിവയിലും യൂണിവേഴ്സിറ്റി തലത്തിൽ അദ്ദേഹം കളിക്കുമായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് തൃശ്ശൂർ ആകാശവാണിയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന സമയത്ത് സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ തിക്കൊടിയനുമായി പരിചയത്തിലായി. അങ്ങനെ തിക്കൊടിയനായിരുന്നു അദ്ദേഹത്തെ സംവിധായകനായ അരവിന്ദന് പരിചയപ്പെടുത്തിയത്. അഭിനയ താൽപ്പര്യമുണ്ടായിരുന്ന ടി.ജി. രവി
അങ്ങനെ അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ചലച്ചിത്ര രംഗത്തെത്തുന്നത്. പിന്നീട് അദ്ദേഹം സ്വന്തമായി പാദസരം എന്ന പേരിൽ ഒരു ചിത്രം നിർമ്മിച്ചു. അതിൽ നായിക വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ആ ചിത്രം ഒരു പരാജയമായിരുന്നു. പക്ഷേ തുടർന്ന് നിർമ്മിച്ച 2 ചിത്രങ്ങൾ സാമാന്യം വിജയം നേടി. പിന്നീട് ജയൻ നായകനായി അഭിനയിച്ച ചാകര എന്ന ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ചുകൊണ്ട് TG രവി മലയാള ചലച്ചിത്ര രംഗത്ത് വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 80കളിൽ പൂർണ്ണസമയ ചലച്ചിത്ര പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന അദ്ദേഹം 1/4 നൂറ്റാണ്ടിന് ശേഷം സിബി മലയിലിൻ്റെ അമൃതം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. കൂടാതെ പ്രാഞ്ചിയേട്ടൻ, സൈക്കിൾ, റെഡ് വൈൻ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം വേഷങ്ങൾ ചെയ്തു. പരേതയായ ഡോക്ടർ VK സുഭദ്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹത്തിന് 2 മക്കളാണ്. അതിൽ ശ്രീജിത്ത് രവി ഒരു അഭിനേതാവും കൂടിയാണ്.